നമസ്കാരം. വരാനിരിക്കുന്ന ദിവസങ്ങൾ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വമ്പൻ ട്വിസ്റ്റുകൾക്ക് വഴിവെക്കാൻ ഇടയുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പല നേതാക്കന്മാരും കൂറുമാറാനും ചാടിക്കളിക്കാനുമുള്ള സാധ്യതകളാണ് ഓരോ മുന്നണിയിലും തെളിഞ്ഞു വരുന്നത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് UDFന് അവരുടെ ഗ്രാഫ് ഉയർത്തുകയും LDFന് അവരുടെ ഗ്രാഫ് താഴ്ത്തുകയും ചെയ്ത ആ സ്ഥിതിക്ക് UDFന്റെ കയ്യിൽ വളക്കൂറുണ്ട് എന്ന് മനസ്സിലാക്കി പലരും അങ്ങോട്ട് വന്നു ചേരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധികം നാളുകളില്ല എന്നുകൂടി ഓർക്കണം. ഭരണവിരുദ്ധ വികാരത്തിലും സാമ്പത്തിക ഞെരുക്കത്തിലും മുങ്ങുന്ന പിണറായി സർക്കാരിന് മനസ്സുകൊണ്ട് പോലും മൂന്നാം ഭരണം വേണ്ട എന്ന ഒരു മട്ടാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ ദിവസവും വെച്ചടി കയറ്റവുമാണ്. ഘടകകക്ഷികളുടെയും നേതാക്കന്മാരുടെയും വലിയൊരു കുത്തൊഴുക്ക് തന്നെ കോൺഗ്രസിലേക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ വരുന്ന ചില നല്ല സൂചനകൾ അനുസരിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും മലബാർ മേഖലയിലും ശക്തരായിട്ടുള്ള നേതാക്കന്മാരുടെ പിന്തുണ ലഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ പല തെളിവുകളും ഇപ്പോൾ നമുക്ക് മുന്നിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മലബാറിൽ നിന്നും PK ശശിയെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള ചരടുവലികൾ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ്. നിലവിൽ CPMനോട് അത്ര രസത്തിലല്ലാതിരിക്കുന്ന ശശിയെ പോലെയുള്ള മുതിർന്ന ഒരു നേതാവിനെ കോൺഗ്രസിലേക്ക് എത്തിച്ചാൽ അത് പാലക്കാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇരട്ടി വിജയം കൊയ്യാനായിട്ട് കോൺഗ്രസിനെ സഹായിക്കും. CPIMൽ അച്ചടക്ക നടപടി നേരിട്ട PK ശശിയെ VK ശ്രീകണ്ഠൻ പരോക്ഷമായി കോൺഗ്രസിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ചർച്ചകൾക്ക് തുടക്കമിട്ടു. വെളുത്ത കോട്ടൺ ഷർട്ട് ധരിച്ചെത്തിയ PK ശശിയോട് ഇത് ഏറ്റവും നന്നായിട്ട് യോജിക്കുന്നുണ്ട് എന്നായിരുന്നു ശ്രീകണ്ഠൻ പറഞ്ഞത്. മറ്റു നിറത്തിലുള്ള വസ്ത്രങ്ങളെക്കാൾ താങ്കൾക്ക് യോജിക്കുന്നത് തൂവെള്ള നിറത്തിലുള്ള ഈ ഖദർ ഷർട്ട് ആണെന്ന് VK ശ്രീകണ്ഠൻ അന്ന് പറഞ്ഞു. ഇത് ഏറ്റെടുത്തുകൊണ്ട് PK ശശി കോൺഗ്രസിലേക്ക് എന്ന വാർത്തകൾക്ക് ശക്തി കൂടുകയും ചെയ്തു. മണ്ണാർക്കാട് മേഖലയിലെ ഒരു വലിയ വിഭാഗം ആളുകളും PK ശശിക്കായിട്ട് നിലകൊള്ളുന്നു എന്നതാണ് CPMന്റെ ഉറക്കം കെടുത്തുന്ന ഘടകം. ഇനി അഥവാ ശശി എങ്ങാനും കോൺഗ്രസിലേക്ക് എത്തിയാൽ അനുയായികളും ഒപ്പം തന്നെ വലിയൊരു വോട്ട് ബാങ്കും കോൺഗ്രസിൻ്റെ പോക്കറ്റിൽ വീഴും. ഇതിലുള്ള അപകടം മണത്തുകൊണ്ട് തന്നെയാണ് PK ശശിയുടെ വിഷയത്തിൽ കടുത്ത പ്രതികരണങ്ങളൊന്നും ഇനി വേണ്ട എന്ന് CPMനുള്ളിൽ തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത്. PK ശശിയെയും അനുയായികളെയും പ്രകോപിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാവില്ല എന്ന തീരുമാനത്തിൻ്റെ പിന്നിലും ഇതൊക്കെ തന്നെയാണ് കാരണം. അതേസമയം മണ്ണാർക്കാട് നഗരത്തിലെ 2 ബ്രാഞ്ചുകളും CPM നേതൃത്വം പിരിച്ചുവിട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. PK ശശിയെ അനുകൂലിക്കുന്നവർ കൂടുതലുള്ള ബ്രാഞ്ചുകളാണ് പിരിച്ചുവിട്ടത്. എന്തിനാണ് ഈ ബ്രാഞ്ചുകൾ പിരിച്ചുവിട്ടത് എന്ന് പാർട്ടി മെമ്പർമാർ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ PK ശശിയുടെ കോൺഗ്രസിലേക്കുള്ള ഒരു വരവ് ഏകദേശം ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ്. അങ്ങനെ ശശി കോൺഗ്രസിലേക്ക് വന്നാൽ CPMനെ സംബന്ധിച്ച് അതൊരു തീരാ നഷ്ടവും കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയൊരു ലോട്ടറിയുമായി മാറും. ഇനി മധ്യ കേരളത്തിൽ LDFൽ നിന്നും കോൺഗ്രസ് അടർത്തിയെടുക്കാൻ നോക്കുന്നത് മാണി ഗ്രൂപ്പിനെയാണ്. അവരെ കൂടെ കൂട്ടിയാൽ ഉറപ്പായിട്ട് ഗുണമുണ്ടാകുമെന്ന് ഇരുവർക്കും ഉറപ്പുള്ളത് കൊണ്ട് തന്നെ UDFും മാണി കോൺഗ്രസും ഒരു ലയനം അടുത്ത് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പെരുമ്പാവൂരിൽ നമുക്കറിയാം കേരള കോൺഗ്രസ് എമ്മിനെ തോൽപ്പിക്കാൻ CPIM നേതാക്കൾ കളിച്ച കളിയിൽ അവിടെ പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായിരുന്ന ബാബു ജോസഫും CPIMനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബാബു ജോസഫിനെ സഹായിക്കുന്നവർക്കും CPMനോട് അത്ര വലിയ താല്പര്യമില്ല. മാത്രമല്ല കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ അണികളെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ ഈ ഇടതുപക്ഷത്ത് തുടരാനായിട്ട് വലിയ താല്പര്യമൊന്നും തന്നെയില്ല. CPM CPI കക്ഷികൾ പ്രാദേശികമായി തങ്ങളോട് അത്ര അടുപ്പം കാണിക്കുന്നില്ല എന്നാണ് അവരുടെ പ്രധാന പരിഭവം. എന്നാൽ ഇങ്ങനെ അടിക്കടിയുള്ള ഈ ഒരു മുന്നണി മാറ്റം അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്ന പല നേതാക്കളും ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. എന്നാൽ UDFനെ സംബന്ധിച്ച് കേരള കോൺഗ്രസ് കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ നേട്ടമുണ്ടാകുമെന്ന വിലയിരുത്തലുമുണ്ട്. കേരള കോൺഗ്രസിലെ പല നേതാക്കളുമായിട്ടും പല ചർച്ചകളും നടത്തിയെങ്കിലും ജോസ് കെ മാണിയുമായിട്ട് ഇതുവരെ ചർച്ചകളൊന്നും തന്നെ നടത്തിയിട്ടില്ല. നിയമസഭാ സീറ്റുകളിലടക്കം ധാരണകളിൽ എത്താത്തതാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. അതിലേറ്റവും സംശയമുള്ളത് ജോസ് കെ മാണിയുടെ സീറ്റ് സംബന്ധിച്ച് തന്നെയാണ്. കഴിഞ്ഞ തവണ പാലായിൽ മാണി സി കാപ്പനോട് 15,000-ലധികം വോട്ടുകളിൽ നാണം കെട്ട് തോറ്റതുകൊണ്ട് ഇനി പാല ജോസ് കെ മാണിക്ക് ഒരു രക്ഷയാകുമോ എന്നതിൽ സംശയം തന്നെയാണ്. അതുമാത്രമല്ല UDFന്റെ ബാനറിൽ മാണി സി കാപ്പൻ തന്നെ പാലായിൽ വരാനും സാധ്യതകളുണ്ട്. ഇനി തൊട്ടടുത്ത കടുത്തുരുത്തിയാണെങ്കിൽ കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. പക്ഷേ അവിടെ ജോസഫ് വിഭാഗത്തിലെ മോൻസ് ജോസഫ് സ്ഥിരമായിട്ട് വിജയിക്കുന്ന ഒരു മണ്ഡലമാണ്. ആ ഒരു സിറ്റിംഗ് സീറ്റ് അത് ജോസ് കെ മാണിക്ക് വേണ്ടിയിട്ട് കുരുതി കൊടുക്കാനും UDF അല്ലെങ്കിൽ കോൺഗ്രസ് തയ്യാറാകില്ല. പിന്നെ ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ മണ്ഡലങ്ങൾ കേരള കോൺഗ്രസിന് വളരെ സ്വാധീനമുള്ള സീറ്റുകൾ തന്നെയാണ്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് ജോസ് കെ മാണി തിരഞ്ഞെടുക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. കേരള കോൺഗ്രസിനെ മുന്നിൽ നിർത്താനായിട്ട് മുസ്ലിം ലീഗ് പാമ്പാടി അടക്കമുള്ള മലബാറിലെ പ്രധാനപ്പെട്ട സീറ്റുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഇനി തെക്കൻ കേരളത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു മികച്ച വനിതാ നേതാവിൻ്റെ കടന്നുവരവാണ് കോൺഗ്രസ് ഉറ്റുനോക്കുന്നത്. മുൻപ്
കേരള കോൺഗ്രസ് ബിയുടെ പ്രബല നേതാവ് രാമകൃഷ്ണൻ പിള്ളയെ വരെ വരച്ച വരയിൽ നിർത്തിയ ആയിഷ പോറ്റിയുടെ കോൺഗ്രസിലേക്കുള്ള വരവ് അതിപ്പോൾ രാഷ്ട്രീയ ചർച്ചകൾക്ക് വീണ്ടും വഴിവെച്ചിരിക്കുകയാണ്. കുറേ കാലമായി CPM-ഉമായിട്ട് ഒരു അകൽച്ചയിലായിരുന്നു ഇവർ. അതും സംഘടനാ തലത്തിൽ പോലും ആയിഷ പോറ്റിയെ തഴയുകയായിരുന്നു CPM ചെയ്തത്. അതിനിടയിലാണ് പുതിയ നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആയിഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തിയേക്കുമെന്ന അഭ്യൂഹം പ്രചരിക്കുന്നതിനിടയിലാണ് കോൺഗ്രസ് കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ ആയിഷ പോറ്റി പങ്കെടുത്തത്. അതിന് ഏറ്റവും മുന്നിൽ നിന്നതാകട്ടെ ചാണ്ടി ഉമ്മൻ തന്നെയായിരുന്നു. CPM നേതൃത്വവുമായുള്ള വിയോജിപ്പിനെ തുടർന്ന് കുറേ കാലമായി പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിന്നിരുന്ന ആയിഷ പോറ്റി ഇപ്പോൾ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് എത്തിയിരിക്കുന്നത് ഇവിടെ ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം CPIM ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നിട്ടും ജില്ലാ സമ്മേളനങ്ങളിൽ പോലും അവർ പങ്കെടുത്തിരുന്നില്ല. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പോലും അവർ തഴയപ്പെട്ടു, ഒഴിവാക്കപ്പെട്ടു. നിലവിൽ CPM-ന്റെ ഒരു ഘടകത്തിൽ പോലും അവരില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി നേതാക്കളുടെ കോൺഗ്രസിലേക്കുള്ള ചുവടുമാറ്റം അതെന്തായാലും എല്ലാം കൊണ്ടും കേരളത്തിൽ കോൺഗ്രസിന് ഒരു നല്ല കാലം തന്നെയാണ് സമ്മാനിക്കുക. അങ്ങനെ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് പിണറായിസത്തിന് മൂക്കുകയറിടാനുള്ള നീക്കത്തിൽ തന്നെയാണ്